18 വയസ്സുകാരൻ ഗവൺമെന്റിന്റെയും മിലിറ്ററിയുടെയും സെർവർ ക്രാഷ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? 2025 മെയ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉയരുന്ന സമയത്ത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്തു. ഇതേ സമയത്ത് ഗുജറാത്തിൽ 12th ഫെയിലായ ഒരു 18 വയസ്സുകാരനും അവൻ്റെ കൂട്ടുകാരനും കൂടെ ചേർന്ന് ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങി, സിന്ദൂർ ഓപ്സ്. യൂട്യൂബിൽ നിന്നും മറ്റ് ചാനലുകളിൽ നിന്നും എങ്ങനെ ഒരു സെർവറിനെ ടേക്ക് ഡൗൺ ചെയ്യാമെന്ന് പഠിച്ചു. ആൻഡ്രോയിഡിൽ അവൈലബിൾ ആയിട്ടുള്ള പൈഡ്രോയിഡ്, ടെർമക്സ് എന്നീ ആപ്പുകൾ ഗിറ്റ്ഹബിൽ നിന്ന് കിട്ടിയ കോഡ് ഉപയോഗിച്ചാണ് ഗവൺമെന്റിന്റെ സൈറ്റ് ഈ പയ്യനും കൂട്ടുകാരനും കൂടെ ക്രാഷ് ചെയ്തത്. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഏകദേശം 50ഓളം ഗവൺമെന്റ് സൈറ്റുകൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അഥവാ DDoS അറ്റാക്ക് വഴി ക്രാഷ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ അവസാനം ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്തപ്പോൾ ഇസ്ലാമിനോട് ചായ്വുണ്ടായിരുന്ന ഈ പയ്യൻ ഓപ്പറേഷൻ സിന്ദൂറിലെ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്ന സെർവർ ഹാക്ക് ചെയ്യാനായി ശ്രമിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഒരു ഹാക്കിൽ അവൻ പിടിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇവൻ ദോ ഹി യൂസ്ഡ് VPN, പിന്നെ എല്ലാവരും സെക്യൂർ ആണെന്ന് വിചാരിക്കുന്ന ടെലഗ്രാം ഉപയോഗിച്ചാണ് ഇവൻ കമ്മ്യൂണിക്കേഷൻ നടത്തിയത്. എന്നിട്ടും ഗുജറാത്തിലെ ഗവൺമെന്റ് അതോറിറ്റീസ് ഇവരെ പിടിക്കുകയാണ് അവസാനം ഉണ്ടായത്. അപ്പോൾ ബേസിക്കലി ഗവൺമെന്റിന്റെ ബിസിനസ്സിൽ കൈകടത്താതിരിക്കുക, നല്ല VPN ഉപയോഗിക്കാൻ നോക്കുക, പിന്നെ ഒരു കാരണവശാലും സീക്രട്ട് കമ്മ്യൂണിക്കേഷന് ടെലഗ്രാം ഉപയോഗിക്കാതിരിക്കുക.